അതെ, ഇന്നത്തെ ഈ മാങ്ങ റെസിപ്പി കണ്ടാലുണ്ടല്ലോ നിങ്ങളുടെ വായിൽ ഉറപ്പായിട്ടും കപ്പലോടും. അത്രയ്ക്കും കൊതിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് മാങ്ങാച്ചാറാട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങ കിട്ടാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒരു പഴുത്ത മാങ്ങ, അതായത് നന്നായിട്ട് പഴുത്ത് കിളുമ്പാത്ത ഒരു നല്ല മാങ്ങ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതാ പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞൗണ്ടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 ഈത്തപ്പഴം എടുക്കുക, നന്നായിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴാന്നുണ്ടെങ്കിൽ അങ്ങനെ കുതിർക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ കടുക്, ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി എന്താ, ഒന്നും നോക്കണ്ട, കൈ കഴുകിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മളെ കൺട്രോൾ പോകുക കേട്ടോ. സത്യം പറഞ്ഞാൽ അച്ചാറിനോടൊന്നും താല്പര്യമില്ലാതെ എനിക്ക് വരെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വന്നു കേട്ടോ. ഒന്നും നോക്കിയില്ല, ഞാനും നന്നായിട്ട് കഴിച്ചു. നല്ല എരിവും പുളിവും മധുരവും കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. എന്തിനു പറയണം, ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വായിലെ വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ ചോറിന്റെ കൂടെ ആയാലും കഞ്ഞിന്റെ കൂടെ ആയാലും ഒറ്റക്കായാലും ഇത് കഴിക്കാൻ ഭയങ്കര അടിപൊളിയാട്ടോ. ഒരു പഴുത്ത മാങ്ങെങ്കിലും നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ മാങ്ങ തേടി പോകും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.